ഹായ്. പോളി ക്യാബിന്റെ Q3 റിസൾട്ട് വന്നിട്ടുണ്ട്. Q2 റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ സംസാരിച്ചിരുന്നു അവരുടെ ബിസിനസിനെ പറ്റിയൊക്കെ. Q2 റിസൾട്ടിൽ അവർക്ക് ഏകദേശം 18% ആയിരുന്നു സെയിൽസ് ഗ്രോത്ത്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 56% ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ അവരുടെ എക്സ്പോർട്ടിന്റെ കോൺട്രിബ്യൂഷൻ റവന്യൂവിൽ 6% ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം Q2 സമയത്ത് ഉണ്ടായിരുന്നതാണ്. നമുക്കിനി Q3 സമയത്തായപ്പോൾ അവരുടെ റിസൾട്ടിൽ എന്തൊക്കെ വ്യത്യാസം വന്നു നോക്കാം. Q3 റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 46% വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ റവന്യൂവിന്റെ ഗ്രോത്ത് കൂടിയിട്ടുണ്ട്. കമ്പനിയുടെ സൈസ് നോക്കിയാൽ തന്നെ അറിയാം, ഏകദേശം ഒരു മിഡ് ക്യാപ് കമ്പനിയാണ്. ഏകദേശം 1 ലക്ഷം കോടിയോളം മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനി കൂടിയാണ് പോളിക്യാബ് എന്ന് പറയുന്നത്. അതേപോലെ ആ സെക്ടറിലെ ബിഗസ്റ്റ് പ്ലെയർ ആണ് പോളിക്യാബ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള KE ഇൻഡസ്ട്രീസ് ആണ്. അവരുടെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ ഇത്രയും വലിയൊരു ബേസിൽ ഇത്രയും വലിയൊരു സൈസ് ഉള്ള ഒരു കമ്പനി 46% ഗ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, കമ്പനിക്ക് കഴിഞ്ഞ ക്വാർട്ടറിൽ ഞാൻ പറഞ്ഞില്ല 18% ഗ്രോ ചെയ്ത സമയത്ത് പാർട്ടി ഗ്രോത്ത് വന്നിരുന്നത് ഏകദേശം 56% ആയിരുന്നു. അതായത് നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിരുന്നു. സെയിൽസ് ഗ്രോത്തിനെ കഴിഞ്ഞ് ഒരുപാട് മുകളിലായിരുന്നു പ്രോഫിറ്റിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 36% കുറഞ്ഞിട്ടുണ്ട്. എബിറ്റ ഗ്രോത്ത് എന്ന് പറയുന്നു ഏകദേശം 34% കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ മാർജിൻസിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കോപ്പറിന്റെ പ്രൈസ് കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്ന് ഈ ക്വാർട്ടറിലേക്ക് ആയിരിക്കും നല്ല രീതിയിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. 2022 ശേഷം ഇതേപോലെ ഇൻക്രീസ് കോപ്പറിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 22% കോപ്പറിന്റെ പ്രൈസ് ഇൻക്രീസ് ആയി. അതേപോലെ തന്നെ അലുമിനിയം പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 11% ഇൻക്രീസ് ആയിട്ടുണ്ട്. പക്ഷേ കമ്പനി ഈ ഇൻക്രീസ് ആയ ഈ റോ മെറ്റീരിയലിന്റെ പ്രൈസ് കൂടിയത് ഡയറക്റ്റ് ആയിട്ട് അവരുടെ കൺസ്യൂമേഴ്സിലേക്ക് പാസ് ഡൗൺ ചെയ്തിരുന്നില്ല. സോ അത് ചില അവരുടെ ഡിമാൻഡ് കുറയാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കമ്പനി ചെറിയ രീതിയിൽ ഓരോ പോർഷൻ ആയിട്ടാണ് വില ചെറുതായിട്ട് കൂട്ടിയത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ മാർജിൻസിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്തു. അതുകൊണ്ടാണ് ഈ പാർട്ട് ഗ്രോത്ത് എന്ന് പറഞ്ഞ് 36% ആയിട്ട് കുറഞ്ഞു പോയിട്ടുള്ളത്. ഈ 46% ഗ്രോത്ത് കമ്പനിക്ക് റവന്യൂവിൽ വന്നതിനകത്ത് ഏകദേശം 40% വോളിയം ഗ്രോത്ത് ആണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ ഈ റോ മെറ്റീരിയലിന്റെ പ്രൈസ് ഇൻക്രീസ് ആയത് നേരെ ഡയറക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് പാസ് ഡൗൺ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. കാരണം 40% വോളിയം ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നോർമലി ഇതിന്റെ റോ മെറ്റീരിയലിന്റെ പ്രൈസ് കൂടുമ്പോഴത്തേന് പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടി കഴിഞ്ഞാൽ വാല്യൂ ഗ്രോത്തിലാണ് അത്രയും ഗ്രോത്ത് വരേണ്ടത്. പക്ഷെ ഇവിടെ 46% സെയിൽസ് ഗ്രോത്തിൽ 40% വന്നേക്കുന്ന വോളിയം ഗ്രോത്ത് കൊണ്ടാണ്. അതായത് മാനേജ്മെന്റ് പറയുന്നത് നല്ല രീതിയിൽ ഡിമാൻഡ് ഉണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒന്ന് ഗവൺമെന്റ് സെക്ടറിൽ നിന്നുള്ള സ്പെൻഡിങ് കൂടുതലായിട്ട് വരുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടറിലും പവർ സെക്ടറിലും അങ്ങനെ റിയൽ എസ്റ്റേറ്റ് സെക്ടർ ആണെങ്കിലും അങ്ങനെ ഏത് സെക്ടറിൽ നോക്കിയാലും നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ടെന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറയുന്നത്. നല്ല ഡിമാൻഡ് എല്ലാ സൈഡിൽ നിന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ വില ഇത്രയും അങ്ങോട്ട് കൺസ്യൂമേഴ്സിലേക്ക് പാസ് ഡൗൺ ചെയ്യായിരുന്നത്. കാരണം ആ ഗ്രോത്തിനെ ഇവർക്ക് മാക്സിമം ആയിട്ട് ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റ് ഷെയർ അത്രയും ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷേ മാനേജ്മെന്റ് ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏകദേശം 75% പ്രൈസ് ഇൻക്രീസ് ആയത് ഇവർ പാസ് ഡൗൺ ചെയ്ത് കഴിഞ്ഞ ഈ ഡിസംബർ കൊണ്ട് തന്നെ. ഈ ജനുവരിയിൽ തന്നെ ബാക്കിയുള്ള റിമൈനിങ് 25% പാസ് ഡൗൺ ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ കോപ്പറിന്റെ വില ഇതുപോലെ തന്നെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ക്വാർട്ടറിലും കമ്പനിയുടെ മാർജിൻസിനെ അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ എക്സ്പോർട്ട് ഞാൻ പറഞ്ഞില്ല ഏകദേശം റവന്യൂവിൽ 6% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിൽ പെർസെന്റേജിൽ കുറവ് വന്നില്ല എന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ക്വാർട്ടറിൽ ഈ ക്വാർട്ടറിലേക്ക് വരുമ്പോൾ കുറവ് വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ റവന്യൂവിന്റെ ഏകദേശം 8.3% എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ അത് 6% കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന്റെ എമൗണ്ട് വാല്യൂ ഇൻക്രീസ് ആയിട്ടുണ്ട്. കാരണം റവന്യൂ കൂടുന്നുണ്ടല്ലോ, അതിന്റെ 6% വാല്യൂ കൂടുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ റവന്യൂന്റെ കോൺട്രിബ്യൂഷൻ പെർസെന്റേജ് കുറഞ്ഞിട്ടുണ്ട്. എക്സ്പോർട്ടിനാണെങ്കിലും കൂടുതൽ മാർജിൻസ് ഉള്ള ഒരു പോർഷനാണ്. അപ്പോൾ അവിടെ എക്സ്പോർട്ടിന്റെ ഈ പെർസെന്റേജ് കുറഞ്ഞത് ഇവരുടെ മാർജിൻസിനെ കുറയ്ക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ US താരിഫ് തന്നെയാണ്. US തന്നെയായിരുന്നു ഇവരുടെ മജോറിറ്റി എക്സ്പോർട്ട് നടന്നുകൊണ്ടിരുന്നത്. അതിൽ ഈ താരിഫിന്റെ ഇഷ്യൂ വന്നുകൊണ്ട് തന്നെ ഇവരെ കൂടുതലായിട്ട് ഇപ്പോൾ എക്സ്പോർട്ട് ലാറ്റിൻ അമേരിക്കയിലേക്ക് അതേപോലെ തന്നെ UAE-ലേക്കൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മിഡിൽ ഈസ്റ്റിലേക്കൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സ്പോർട്ടിന്റെ ഡിമാൻഡിന് കുറവൊന്നും വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വാർട്ടറിലൊക്കെ ഇവർക്ക് ഈ എക്സ്പോർട്ട് കുറച്ചും കൂടെ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും, നല്ല ഓർഡർ ബുക്ക് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വാർട്ടറിൽ ആ എക്സ്പോർട്ട് സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ മാർജിൻസിലേക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ഫാക്ടറാണ്, എക്സ്പോർട്ടിന്റെ പെർസെന്റേജ് കുറഞ്ഞതും അതേപോലെ ഈ പറഞ്ഞ ഒരു കോപ്പറിന്റെ പ്രൈസ് പാസ് ഡൗൺ ചെയ്യാതിരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ വയേഴ്സ് ആൻഡ് കേബിൾസിന്റെ കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 70% കേബിൾസ് ആണ് ഈ പറഞ്ഞ റവന്യൂലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, 30% ആണ് വയേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ക്വാർട്ടറിൽ ഈ കോപ്പറിന്റെ പ്രൈസ് ഇത്രയും കൂടിയുകൊണ്ട് തന്നെ വയേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ചെറിയ രീതിയിൽ 2-3% കൂടിയിട്ടുണ്ട്. അതായത് ഏകദേശം 67-68% ആണ് ഇപ്പം ഇവരുടെ കേബിൾസിന്റെ കോൺട്രിബ്യൂഷൻ. അതേപോലെ വയേഴ്സിന്റെ ഒരു 30-32-33% കൂടിയിട്ടുണ്ട്. അപ്പോൾ വയേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ കൂടുമ്പോൾ വയേഴ്സിന് നോർമലി മാർജിൻസ് കൂടുതലുള്ളതാണ്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ കോപ്പറിന്റെ പ്രൈസ് ഇൻക്രീസ് ആയതുകൊണ്ട് തന്നെ മാർജിൻസ് അത്രയും ഇവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് മൊത്തത്തിലുള്ള മാർജിൻസ് കുറഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സും ഇത്തവണ കൂടിയിട്ടുണ്ട്. നോർമലി 90% ഇൻസ്റ്റിറ്റ്യൂഷൻസും 10% റീറ്റെയിലേഴ്സും ആണ്. അപ്പോൾ അതിൽ 90 എന്നുള്ളത് 92% ആയിട്ട് ഇത്തവണ കൂടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സൈഡിൽ നിന്നുള്ള ഡിമാൻഡ് കമ്പനിക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ സൈഡിലുള്ള ഡിമാൻഡ് വരുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുമ്പോഴത്തേന്
ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇവർ കൊടുക്കുമ്പോഴത്തേന് എന്തായാലും മാർജിൻസ് അല്ലാതെ കൊടുക്കുന്നതിനെ കഴിഞ്ഞും കുറച്ച് കുറവാണ്. അതും ഒരു ഫാക്ടർ ആയിട്ടുണ്ട് ഇത്തവണ മാർജിൻസ് കുറയാനായിട്ട്. പക്ഷേ നല്ല രീതിയിൽ ഡിമാൻഡ് വരുന്നുണ്ട്, അതൊരു ഫാക്ടറാണ്. പക്ഷേ ഈ ഒരു വരുന്ന ക്വാർട്ടറിൽ Q4 ഈ മാർജിൻസ് എങ്ങനെയാണ് പ്ലേ ഔട്ട് ആവുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവരുടെ മാർജിൻസ് തിരിച്ച് റിക്കവർ ചെയ്ത് വന്നാലാണ് കമ്പനിയിൽ നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുക. അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പി റേഷ്യോ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ താഴോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അടുത്ത ക്വാർട്ടറിന്റെ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഏകദേശം 80% ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതും വലിയ കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ ഈ ഒരു ക്വാർട്ടറിൽ കമ്പനിയുടെ ആഡിന് വേണ്ടിയിട്ടുള്ള സ്പെൻഡിങ്, അതായത് ഇവർ കൊമേഴ്ഷ്യൽ ആഡ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഇച്ചിരി കൂടുതലായിട്ടുണ്ട്, 2-3 ടൈംസ് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ഓണത്തിൽ കഴിഞ്ഞു. അപ്പോൾ അതും ഒരു മാർജിൻസിനെ കുറയ്ക്കാനുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷെ അത് കമ്പനിയുടെ ഒരു ഗൈഡൻസ് ഉണ്ട്, 3-5% ആണ് അവർ ഇയർലി, അതായത് B2Cയിൽ ഇവർ എത്രയാണ് ഇവർക്ക് റവന്യൂ വരുന്നത് അതിന്റെ ഒരു 3-5% ആണ് ഈ പറഞ്ഞ പോലെ ആഡിന് വേണ്ടിയിട്ട് ഇവർ സ്പെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും. പക്ഷെ അത് സ്പെൻഡ് ചെയ്യുന്ന പലപ്പോഴും പല ക്വാർട്ടറിലായിട്ടായിരിക്കും, മിക്കവാറും Q2ലും Q3ലും ആയിരിക്കും അത് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഇവരുടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ Q3യും Q4ഉം ആണ്. അപ്പൊ അടുത്ത ക്വാർട്ടർ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഈ ആഡിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളത് ഇയർലി ഫിഗേഴ്സ് നോക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. കമ്പനിക്ക് 3 സെഗ്മെന്റിൽ നിന്നാണ് മെയിനായിട്ട് റവന്യൂ വരുന്നത്. ഒന്ന് കേബിൾ ആൻഡ് വയർ സെഗ്മെന്റിൽ നിന്ന് വരും, രണ്ടെന്ന് പറഞ്ഞാൽ FMEG പ്രൊഡക്റ്റുകളുണ്ട്, അതായത് നമ്മുടെ ഫാൻ അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ. അതല്ലാതെ പിന്നെ EPC ബിസിനസ് ഉണ്ട്. EPC ബിസിനസ്സിൽ ഇവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞ തവണ 4% മാത്രമേ ഉള്ളൂ. അത് ഈ ഒരു 9 മന്ത് നോക്കിയാൽ ഏകദേശം 12% ഡീ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത് അവിടെ. സോ അതിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നില്ല EPC സെഗ്മെന്റിൽ. സെയിം ടൈമിൽ FMEG സെഗ്മെന്റിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട്. അത് ഈ ഒരു ക്വാർട്ടറിൽ ഇപ്പോൾ ഏകദേശം 17% അവരുടെ റവന്യൂവിന് ഗ്രോത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ക്വാർട്ടറിൽ മാത്രം FMEG സെഗ്മെന്റിൽ. ഈ 9 മന്തിൽ നോക്കിയാൽ ഏകദേശം 16% ഗ്രോത്ത് വന്നിട്ടുണ്ട്. ആ FMEG സെഗ്മെന്റിൽ കഴിഞ്ഞ 4 ക്വാർട്ടറായിട്ട്, അതായത് ഒരു വർഷമായിട്ട് കമ്പനി പ്രോഫിറ്റിലുമാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്വാർട്ടറിൽ എനിക്ക് തോന്നുന്നു 14 കോടിയോളം പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ആ ഒരു സെഗ്മെന്റിൽ നിന്ന്. അതേപോലെ EPC സെഗ്മെന്റിൽ നിന്ന് വന്നിരിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് 27 കോടിയാണ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നോക്കിയാൽ, ഈ സമയത്ത് നോക്കിയാൽ Q3 നോക്കിയാൽ 34 കോടിയായിരുന്നു. അവിടുന്ന് അത് കുറയുവാണ് ചെയ്തിരിക്കുന്നത് ഈ EPC സെഗ്മെന്റിൽ. FMEGയിൽ വരുന്നത് മെയിനായിട്ട് വരുന്നത് വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ ഫാന്റെ സെയിൽസിൽ നിന്ന് വരുന്നുണ്ട്. അതല്ലാതെ സോളാർ പ്രൊഡക്റ്റുകളുടെ സെയിൽസ് നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട്. ഏകദേശം 100% ഗ്രോത്ത് സോളാർ സെഗ്മെന്റിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇവരുടെ FMEG നോക്കുമ്പോഴത്തേന് ഈ സോളാർ സെഗ്മെന്റിൽ നിന്നുള്ള ഗ്രോത്ത് എന്തുമാത്രം വരുന്നുണ്ടെന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അത് വരുന്ന ഫിനാൻഷ്യൽ ഇയറിലൊക്കെ കമ്പനിയുടെ ഒരു ഗ്രോത്തിന് ചെറിയ രീതിയിൽ പുഷ് കൊടുക്കാൻ സാധ്യതയുള്ളതാണ് ഈ സോളാർ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. അത് നോക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. കേബിൾ ആൻഡ് വയർ സെഗ്മെന്റിൽ നിന്ന് ഏകദേശം ഡൊമസ്റ്റിക്കിൽ 59% ഗ്രോത്ത് ഉണ്ട്. അതേപോലെ ഓവറോൾ കേബിൾ ആൻഡ് വയർ സെഗ്മെന്റിൽ നിന്ന് 53% ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേബിൾ ആൻഡ് വയർ സെഗ്മെന്റിലാണ് കമ്പനി നല്ല രീതിയിൽ, അതായത് അവരുടെ കോർ ബിസിനസ് വരുന്ന എവിടെയാണോ അവിടെയാണ് നല്ല ഗ്രോത്ത് വന്നത്. അത് ഡൊമസ്റ്റിക്കിൽ 59% ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സെക്ടർ മാനേജ്മെന്റ് പറഞ്ഞനുസരിച്ചിട്ട് ഏകദേശം 15-20% ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ കമ്പനി ഏകദേശം 60% അടുത്ത് ഡൊമസ്റ്റിക്കലി ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് ഷെയർ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് കമ്പനി. ഇപ്പം നമുക്ക് ബാക്കി ഇനിയിപ്പോൾ KEIയുടെ ഒക്കെ റിസൾട്ട് വരാനായിട്ടുണ്ട്, RR കേബിളിന്റെ വരാനായിട്ടുണ്ട്, ഡൈനാമിക് ഉണ്ട്, അങ്ങനെ എല്ലാ കമ്പനികളുടെ റിസൾട്ട് വരാനായിട്ടിരിക്കുകയാണ്. സോ നമുക്കത് മെയിനായിട്ട് KEI ആണ് ഇവരുമായിട്ട് കോമ്പറ്റീഷൻ വരുന്നത്. കാരണം ഇവർ രണ്ടുമാണ് വലിയ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷമാണ് RR കേബിൾ വരുന്നത്. സോ അവരുടെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ അവരുടെയൊക്കെ മാർജിൻസിനെ എങ്ങനെ അഫക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അവർ ഇതുപോലെ തന്നെ പ്രൈസ് എങ്ങനെയാണ് ഈ പറഞ്ഞ പ്രൈസിന്റെ ഇൻക്രീസ് വന്നേക്കുന്ന പാസ് ഡൗൺ ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. മൊത്തത്തിൽ ഈ പൊളിക്യാമിന്റെ റിസൾട്ട് എനിക്ക് കുറച്ച് നല്ലതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ആ ഒരു കൺസേൺ ഉള്ള വെച്ചാൽ ഒന്ന് മാർജിൻ, രണ്ടെന്ന് പറയുന്നത് ഇവർ സെല് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ അവർ കൂടുതൽ സാധനം ഇത് സ്റ്റോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത ക്വാർട്ടറിലൊക്കെ എങ്ങനെ ഡിമാൻഡ് കുറഞ്ഞു പോകുന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ മാനേജ്മെന്റ് നല്ല ഡിമാൻഡ് ഉണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. കോപ്പറിന്റെ പ്രൈസ് കൂടുന്നതുകൊണ്ടാണ് ഇവർ അത് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് നേരത്തെ തന്നെ ഇവർ സ്റ്റോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവരുടെ കസ്റ്റമേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ക്വാർട്ടറിലൊക്കെ ഇതേപോലെ തന്നെ ഡിമാൻഡ് മാനേജ്മെന്റ് പറയുന്നതനുസരിച്ചിട്ടാണ് ഡിമാൻഡ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത 2-3 ക്വാർട്ടറിലേക്ക് എന്തായാലും ഡിമാൻഡ് ഉണ്ടാവുന്നതാണ് മാനേജ്മെന്റ് പറയുന്നത്. പിന്നെ Q4 നോർമലി ഇവർക്ക് നല്ല ക്വാർട്ടറുമാണ് വരാറ്. അതുകൊണ്ട് തന്നെ ആ ഡിമാൻഡ് അതുപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വാർട്ടറിൽ നല്ല റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ മാർജിൻസ് ഇമ്പ്രൂവ് ആവേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മാർജിൻസ് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ കമ്പനിയുടെ P റേഷ്യോ ഒക്കെ നന്നായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ വരെ സംസാരിച്ച സമയത്ത് കമ്പനിയുടെ ഫോർവേഡ് P ഒക്കെ വരുന്ന ഏകദേശം 40 അടുത്തായിരുന്നു വന്നിരുന്നത്. അന്ന് ആ സമയത്ത് കമ്പനിയുടെ P റേഷ്യോ എന്ന് പറഞ്ഞ ഏകദേശം 46-47 ഒക്കെ ആയിരുന്നു കമ്പനിക്ക് P ഉണ്ടായിരുന്നത്. ഈ ഒരു റിസൾട്ട് വരുന്നതിന് മുമ്പ് കമ്പനിയുടെ P റേഷ്യോ എന്ന് പറഞ്ഞ ഏകദേശം 43 ആയിരുന്നു. ഇപ്പം നോക്കി കഴിഞ്ഞാൽ കമ്പനിയുടെ P റേഷ്യോ എന്ന് പറഞ്ഞ ഏകദേശം 41 നിൽക്കുന്നത്. വരുന്ന ക്വാർട്ടറിൽ കമ്പനി ഏകദേശം ഒരു 30% ഒക്കെ ഗ്രോത്ത് വരുവാണെന്നുണ്ടെങ്കിൽ, അതുപോലെ മാർജിൻസും ചെറിയ രീതിയിൽ ഇമ്പ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ P റേഷ്യോ ഫോർവേഡ് P ഈ 40 താഴെ 37, 38, 39 വരാൻ സാധ്യതയുണ്ട്. മാർജിൻസ് നല്ല രീതിയിൽ, അതായത് ഇവർക്ക് നോർമലി ഉള്ള അറൌണ്ട് 10% മാർജിൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ P റേഷ്യോ 37, 38 വരാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് എന്തായാലും 40% താഴെ തന്നെ P റേഷ്യോ ഫോർവേഡ് P നിൽക്കാനാണ് സാധ്യത കമ്പനിക്ക് കൂടുതലുള്ളത്.
ഇപ്പോൾ കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് ഇപ്പോൾ അടുത്ത ക്വാർട്ടറിൽ ഒരു 30% ഗ്രോത്ത് വന്നാൽ മൊത്തം ഈ ഫിനാൻഷ്യൽ ഇയറിൽ 30% ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയായി മാറും. അപ്പോൾ ഇത്ര ഹൈ ബേസിൽ 30% ഗ്രോ ചെയ്തിട്ട് ഏകദേശം 40 താഴെ പി റേഷ്യോ വരിക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫിഗേഴ്സ് ആണ് മൊത്തത്തിലുള്ളത്. പക്ഷേ അടുത്തൊരു ക്വാർട്ടറിലെ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്തായാലും ഇവരുടെ പീർസിന്റെ ഒക്കെ റിസൾട്ട് വരട്ടെ, നമുക്ക് അത് വരുമ്പോൾ അതും കൂടെ സംസാരിക്കാം. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.